Hello dear students, welcome to our next session. In this session we can discuss about working capital and adequacy of working capital. First we have to explain the topic importance of adequate working capital. What do you mean by adequate working capital? Adequate working capital means working capital should be maintained in an optimum or adequate manner. It should not be too excessive or it should not be too inadequate. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഒരുപാട് കൂടാനോ അതായത് എക്സസീവ് ആവാനോ പാടില്ല, ഇനാഡിക്വേറ്റ് ആവാനും പാടില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും അത് ഒരു ഒപ്റ്റിമം മാനറിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഹാർട്ട് ഓർ ലൈഫ് ബ്ലഡ് ഓഫ് ദി ബിസിനസ്. In this way we can say that working capital is the lifeblood or heart of business. It is the nerve center of the business, just as circulation of blood is essential in the human body for maintain life. അപ്പോൾ ഒരു ഹ്യൂമൻ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിലെ വർക്കിംഗ് ക്യാപിറ്റലും. വി ക്യാൻ കമ്പയർ ദ വർക്കിംഗ് ക്യാപിറ്റൽ വിത്ത് അവർ ഹേർട്ട് ഓർ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും അത് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റലും. ഒരു ബിസിനസിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമാണ്. ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് മെയിൻറ്റെയിനിങ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആർ ആസ് ഫോളോസ്. First one, solvency of the business. What do you mean by solvency? Solvency means the debt paying capacity of the business. ഒരു ഫേമിന്റെ ഡെറ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ സോൾവൻസി എന്ന് പറയുക. ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് സോൾവൻസി ഓഫ് ദി ബിസിനസ് ബൈ പ്രൊവൈഡിങ് അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ സോൾവൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്കിൽ പ്രോപ്പർ ടൈമിൽ ഡെറ്റുകൾ പേ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ഷനിലൊന്നും തടസ്സങ്ങൾ ഉണ്ടാവില്ല. അൺഇൻറ്ററപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ ഈസ് ഓൾസോ പോസിബിൾ. സോ by way of keeping adequate working capital, the firm can maintain solvency of the business. That means the firm is in a position to meet the debt. The next one, goodwill. If a firm with adequate working capital, it can maintain goodwill. Sufficient working capital enables a business concern to make prompt payment and hence helps in creating and maintaining goodwill. ഒരു സഫീഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള ഒരു ഫേം ആണെങ്കിൽ അതിന് പ്രോംപ്റ്റ് പേയ്മെന്റ് എപ്പോഴും ഒരു എമൗണ്ട് അല്ലെ മിനിമം എമൗണ്ട് ഓർ ആഡിക്വേറ്റ് എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫേമിന് അതിന്റെ ഡെറ്റുകൾ പ്രോംപ്റ്റ്ലി പേ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗുഡ്വിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ റെഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ. എ ഫേം വിത്ത് സഫീഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എൻഷുവേഴ്സ് റെഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഒരു ഫേമിന്റെ കയ്യിൽ ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള മണി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ എൻഷുർ ചെയ്യാൻ പറ്റും. അതായത് പ്രൊഡക്ഷൻ ആവശ്യമുള്ള മെറ്റീരിയൽ എപ്പോഴും അവിടെ നമുക്ക് അതിന്റെ അവൈലബിലിറ്റി നമുക്ക് ഉറപ്പാക്കും. കാരണം ഇനഫ് മണി അവരുടെ കയ്യിലുണ്ട്. Then regular payment of salaries, wages and other day commitment. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് നമുക്ക് ആവശ്യമാണ് പേയ്മെന്റ് ഓഫ് സാലറീസ്, വേജസ്, അതുപോലെ തന്നെ മറ്റ് റെന്റ്, റേറ്റ്സ്, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ എപ്പോഴും ബിസിനസ്സിൽ റെഗുലർ ആയിട്ട് നമുക്ക് പേ ചെയ്യേണ്ടതുണ്ട്. ഇഫ് എ ഫേം വിത്ത് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി ഇൻ എ പൊസിഷൻ to meet the payment of wages, salaries and other day-to-day commitments which rates the morale of its workers. അപ്പോൾ നമുക്ക് നേരത്തിന് അവർക്ക് പേയ്മെന്റും വേജസും കൊടുക്കാൻ സാധിച്ചാൽ അവരുടെ മൊറൈൽ കൂടും, അവരുടെ എഫിഷ്യൻസി കൂടും, അതുപോലെ തന്നെ അവരുടെ വേസ്റ്റേജ് കുറയും. ഇത്രയും കാര്യങ്ങൾ അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ദെൻ ക്വിക്ക് ആൻഡ് റെഗുലർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എവറി ഇൻവെസ്റ്റർ വാണ്ട്സ് ടു ഗെറ്റ് റിട്ടേൺ ഓൺ ദയർ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ്. ഏതൊരു ഇൻവെസ്റ്ററും ഒരു ബിസിനസ്സിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഗെറ്റ് സംതിങ് ഇൻ ദ ഫോം ഓഫ് റിട്ടേൺ അല്ലെ. ഇപ്പൊ ഏതൊരു ഷെയർ ഹോൾഡറും അല്ലെങ്കിൽ ഏതൊരു ഇൻവെസ്റ്ററും മണി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ആ എയിം എന്ന് പറയുന്നത് ഇസ് ടു ഗെറ്റ് സഫീഷ്യന്റ് റിട്ടേൺ അല്ലെ. അതിന് റിട്ടേൺ കിട്ടണം, അതിന് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കിട്ടണം. ഇപ്പോൾ ഒരു ഫേം വിത്ത് സഫീഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഇൻ എ പൊസിഷൻ ടു മീറ്റ് ദ
റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഒരു ഫേമിന് ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ഫേം എഫിഷ്യന്റ് ആണ് എങ്കിൽ അവരുടെ ഡിവിഡൻഡ് റിക്വയർമെന്റ്സ് കൂടി മീറ്റ് ചെയ്യാനായിട്ട് അതിന് സാധിക്കുന്നു. റിട്ടൈൻഡ് ഏർണിംഗ്സിൽ തന്നെ അതിന് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാതെ നിൽക്കുന്നതാണ് പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ഓർ റിട്ടൈൻഡ് ഏർണിംഗ്സ്. ഷെയർ ഹോൾഡേഴ്സിനെ ഡിവൈഡ് ചെയ്യാതെ കുറച്ച് എമൗണ്ട് നമ്മൾ റിട്ടൈൻ ചെയ്യുന്നതാണ് പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ ഇനഫ് മണി ഇൻ ദ ഫോം ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ അവർക്ക് ഇൻവെസ്റ്റേഴ്സിന് പേയ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. ദിസ് വിൽ ക്രിയേറ്റ് കോൺഫിഡൻസ് എമംഗ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രിയേറ്റ്സ് എ ഫേവറബിൾ മാർക്കറ്റ് ടു റേസ് അഡീഷണൽ ഫണ്ട്സ്. അപ്പോൾ ഈ ഇനഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അവരുടെ റിട്ടേൺ തിരിച്ചു കൊടുക്കാൻ ഫേമിന് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോർ ആൻഡ് മോർ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ അട്രാക്റ്റഡ് ടു അവർ ബിസിനസ് ആൻഡ് ഓൾസോ ക്രിയേറ്റ് അഡീഷണൽ ഫണ്ട്സ് ഈസിലി. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഫേം ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് എടുത്ത് തന്നെ ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റിന്മേലുള്ള റിട്ടേൺ കൊടുക്കാനായിട്ട് സാധിക്കും വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഓർ പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. The next one, cash discount. Adequate amount of working capital also enables a concern to avail cash discount on the purchases and hence it reduces cost. For firm with sufficient working capital or adequate working capital, it can avail cash discount on bulk purchases. നമ്മൾ മൊത്തമായിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഫേമിന്റെ കയ്യിൽ മണി ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ മാത്രമാണ് അതിന് ബൾക്ക് എമൗണ്ടിൽ നമുക്ക് ഗുഡ്സ് വാങ്ങാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ബൾക്കായിട്ട് ഗുഡ്സ് വാങ്ങുമ്പോൾ മാത്രമാണ് we will get only the cash discount. The next one, easy loans. A firm is in a position to get easy loans from banks and other financial institution. ഒരു ഫേമിന് ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, adequate amount of working capital ഉണ്ട്. It means that the solvency and liquidity of a firm, ആ ഫേമിന് സോൾവൻസി ഉണ്ട്, ഡെറ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇനഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, നല്ല ക്രെഡിറ്റ് സ്റ്റാൻഡിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഈസിലി അറേഞ്ച് ഫിനാൻസേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് വേഗം എളുപ്പത്തിൽ ബാങ്കിൽ നിന്നും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നൊക്കെ മണി റേസ് ചെയ്യാൻ എളുപ്പം. ഇനഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ക്രെഡിറ്റ് സ്റ്റാൻഡിംഗ് ഉണ്ട്, സോൾവൻസി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫേമിന് ഈസിലി മണി റേസ് ചെയ്യാനായിട്ട് പറ്റും. Ability to face crisis. Sufficient working capital enables a concern to face business crisis in emergencies such as depression, because during such period generally there is much pressure on working capital. അതുപോലെ തന്നെ ഒരു ഫേം സഫിഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഓർ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് എമർജൻസികൾ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ പെട്ടെന്ന് എല്ലാത്തിനും വില കുറയുന്നു, എല്ലാം തകർന്നു പോകണം, ഡിപ്രഷൻ വരാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ അതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ, ആ ക്രൈസിസ് ഫേസ് ചെയ്യാനായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ. അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് വരുമ്പോൾ ബൾക്ക് പർച്ചേസസ് ഒക്കെ നടത്തുക, അതുപോലെ തന്നെ ഇൻവെന്ററീസ് ഒക്കെ ഹോൾഡ് ചെയ്യുക, വളരെ വില കുറവിൽ കിട്ടുമ്പോൾ അതൊക്കെ ബൾക്കായിട്ട് വാങ്ങി സ്റ്റോർ ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ പറ്റണമെങ്കിൽ അതിന് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവണം. ഓൺലി കൺസേൺ വിത്ത് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ can exploit favorable market conditions such as purchasing in bulk when the prices are lower and by holding its inventories for higher പ്രൈസസ്. അപ്പോൾ അവർക്ക് വില കുറയുമ്പോൾ ഒരുപാട് വാങ്ങി വെക്കാനും അത് ഹയർ പ്രൈസസ് വരുമ്പോൾ വിൽക്കാനും ഒക്കെ സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇനഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് റിക്വയർഡ് ഫോർ എ ഫേം. These are all the advantages or importance of maintaining adequacy in the working capital. Then we have to explain the disadvantages of redundant working capital. Redundant working capital means excessive working capital. That means working capital is more than required. നമ്മൾ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ആഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതിൽ കൂടുതലാവാനോ കുറവാവാനോ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ റിഡൻഡന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ റിക്വയർഡ്, നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികം വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിഡൻഡന്റ് ഓർ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ? വെൻ ദർ ഈസ് എ റിഡൻഡന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇറ്റ് മേ ലീഡ് ടു unnecessary purchasing and accumulation of inventories causing more chance of theft, waste and losses. ഇപ്പോൾ ഒരു ഫേം ആവശ്യത്തിലധികം വർക്കിംഗ് ക്യാപിറ്റൽ അതിനുണ്ട് എങ്കിൽ ഇറ്റ് മേ ടെൻസ് ടു മേക്ക് unnecessary
പർച്ചേസിങ്. ആവശ്യമില്ലാതെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ മണിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആവശ്യമില്ലാതെ നമ്മൾ പർച്ചേസിങ് നടത്തും. സ്റ്റോക്കുകൾ ഇങ്ങനെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് കേടായി പോകാനും തെഫ്റ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ലിമിറ്റേഷൻ ഓഫ് റിഡൻഡന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, unnecessary purchasing. If the working capital is excessive, it means idle fund which earn no profit for the business and hence the business cannot earn a proper rate of its investment. ഇപ്പൊ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എങ്കിൽ അത് ഐഡിൽ ഫണ്ട് ആണ്. മണി വെറുതെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് ഒന്നും തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റില്ല. വിച്ച് ഏൺ നോ പ്രോഫിറ്റ്. വെറുതെ നമ്മൾ മണി കുറച്ചിങ്ങനെ സൂക്ഷിച്ചു വെച്ച് അതിൽ നമ്മൾ ഇരട്ടിക്കോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ഒന്നും ഏൺ ചെയ്യാനായിട്ട് അതുവഴി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഏൺ ചെയ്യാനും സാധിക്കില്ല. നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മണി കിട്ടും. അല്ലാതെ വെറുതെ മണി വെച്ചിരുന്നാൽ ഇറ്റ് ഡസൻ പ്രൊവൈഡ് എനി പ്രോഫിറ്റ് from the idle fund. അപ്പോൾ unnecessary purchasing is the one limitation and also the idle fund ആണ് അല്ലെ. എക്സസീവ് ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കുറച്ച് മണി വെച്ചിരുന്നാൽ it cannot earn something. Then excessive working capital implies excessive debtors, defective credit policies which may cause higher incidence of bad debt. നമ്മളുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് കൂടുന്നു. ദാറ്റ് മീൻസ് കറണ്ട് അസറ്റ്സ് കൂടുന്നു. കറണ്ട് അസറ്റ്സ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറ്റേഴ്സ് കൂടുന്നു, സ്റ്റോക്ക് കൂടുന്നു, ബിൽസ് റിസീവബിൾ കൂടുന്നു. ഇതാണ് മെയിൻ ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കൂടി എന്ന് പറഞ്ഞാൽ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് എക്സസീവ് മണി ബ്ലോക്ക്ഡ് ഇൻ ഡെറ്റേഴ്സ്, ഇൻവെന്ററി, ബിൽസ് റിസീവബിൾ എക്സെട്ര. അപ്പൊ ഇതൊക്കെയും ആവശ്യത്തിൽ കൂടുതലാണ്. അതിന്റെ അർത്ഥം എന്താണ്? കൂടുതൽ ഡെറ്റേഴ്സ് ആണ് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അവർ നേരത്തിന് പേയ്മെന്റ് നടത്തുന്നില്ല, നമ്മുടെ ക്രെഡിറ്റ് പോളിസി അത്ര ആപ്റ്റ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ കൂടുതൽ കറണ്ട് അസറ്റ്സ് വരുമ്പോൾ വേറൊരു കാര്യം അവിടെ ഉള്ളത് ഇതാണ്, ഡെറ്റേഴ്സ് കൂടുതലായിരിക്കും, അതല്ലെങ്കിൽ ഇൻവെന്ററി കൂടുതൽ, അത് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്, വിറ്റഴിയുന്നില്ല അല്ലെങ്കിൽ ഡെറ്റേഴ്സ് പേയ്മെന്റ് നടത്തുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. When there is excessive working capital, relation with banks and other financial institution may not be maintained. ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, എക്സസീവ് ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ, അപ്പൊ നമുക്ക് ഷോർട്ട് ടൈം ലോണുകളൊന്നും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ the firm cannot maintain banks and other financial institutions relation. ബാങ്കുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടോ അതിന് നല്ലൊരു ബന്ധം ഉണ്ടാവില്ല. കാരണം അവരുടെ കയ്യിൽ adequate amount of working capital ഉണ്ട്. It is not necessary to maintain a good relation with banks and other financial institutions. Then the redundant working capital gives rise to speculative transaction. Speculative transaction എന്ന് പറഞ്ഞാൽ ഊഹാപോഹങ്ങളാണ് അല്ലെ. വില കൂടുമ്പോൾ വാങ്ങുക, വില കുറയുമ്പോൾ വിൽക്കുക, ഓരോ റൂമേഴ്സിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യുക. അതായത് മണി നമ്മുടെ കയ്യിൽ ഇനഫ് ആണ് അല്ലെ, അല്ലെങ്കിൽ എക്സസീവ് ആണ്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയുന്നില്ല. സോ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് ഓരോന്ന് കേട്ടിട്ട് നമ്മൾ വാങ്ങാനും വിൽക്കാനും അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒരുപാട് നടത്താൻ സാധ്യതയുണ്ട്. ഇഫ് വി ഹാവ് ഇനഫ് മണി ഓർ എക്സസ് മണി ദാൻ required. Then the last one is it may result into overall inefficiency in the organization. ഇങ്ങനെ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയതുകൊണ്ട് ഫേമിൽ മൊത്തത്തിൽ ഗുണങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഓവറോൾ ഇൻഎഫിഷ്യൻസി ആണ് അത് കാണിക്കുന്നത്. Then next we have to explain the disadvantages or danger of inadequate working capital. If the firm maintain inadequate working capital than required, adequate working capitalന് പകരം ഒരു ഫേം വളരെ കുറച്ച് എമൗണ്ട് ആണ് അല്ലെങ്കിൽ inadequate working capital മെയിൻറ്റെയിൻ ചെയ്യുന്നു. What are the dangers of inadequate working capital? The first one is a concern which has inadequate working capital cannot pay its short-term liabilities in time. Thus, it will lose its reputation and shall not be able to get good credit facilities. ഇപ്പോൾ ഒരു ഫേമിന് ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. ദാറ്റ് മീൻസ് ഇനാഡിക്വസി ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലോണുകളൊക്കെ റീപേ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് കനോട്ട് പേ ഇറ്റ്സ് ഷോർട്ട് ടൈം ലൈബിലിറ്റീസ്. അങ്ങനെയാണെങ്കിൽ ആ ഫേമിന് റെപ്യൂട്ടേഷൻ ഉണ്ടാവോ? നോ, ദർ വിൽ ബി നോ റെപ്യൂട്ടേഷൻ ടു ദ ഫേം ആൻഡ് ഷാൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ഗുഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ഒന്നും തന്നെ അവർക്ക് കിട്ടില്ല. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് കനോട്ട് ബൈ ഇറ്റ്സ് റിക്വയർമെന്റ്സ് ഇൻ ബൾക്ക് ആൻഡ് കനോട്ട് അവൈൽ ക്യാഷ് ഡിസ്കൗണ്ട്. ഇപ്പൊ നമ്മൾ ബൾക്കായിട്ട് വാങ്ങുമ്പോഴാണ് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുക. പക്ഷെ ഒരു ഫേമിന് ലിമിറ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ഓർ ഇനാഡിക്വറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് മെയിൻറ്റെയിൻഡ് ബൈ എ ഫേം, ഇറ്റ് കനോട്ട് മീറ്റ് ദ ബൾക്ക് purchases. Its result into the non-availability of cash discount.
then it become difficult for the firm to exploit favorable market condition and undertake profitable projects due to lack of working capital. If a firm with inadequate working capital, it cannot exploit the favorable market condition. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി, ഒരു ഫേമിന് ഇനാഡിക്വേറ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ഫേമിന് സാധനങ്ങൾക്ക് വില കൂടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും കൂടുതൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ദേ മേ നോട്ട് ഹാവ് ഇനഫ് ഫണ്ട് ടു എക്സ്പ്ലോയിറ്റ് ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ. അപ്പൊ ഇതൊക്കെ ഒരു പ്രോബ്ലം ആണ്. ദ ഫേം കനോട്ട് പേ ഡേ ടു ഡേ എക്സ്പെൻസസ്, അല്ലെ? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇനാഡിക്വേറ്റ് ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വി കനോട്ട് പേ അവർ ഡേ ടു ഡേ എക്സ്പെൻസസ് ലൈക്ക്, അല്ലെ? നമുക്ക് എന്തൊക്കെയാണ് ഡേ ടു ഡേ വരുന്ന എക്സ്പെൻസസ്? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, പേയ്മെന്റ് ഓഫ് വേജസ്, പേയ്മെന്റ് ഓഫ് സാലറി. ഇതൊന്നും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. The next one, it becomes impossible to utilize the fixed asset due to non-availability of liquid fund. പിന്നെ അടുത്തൊരു പ്രോബ്ലം ആണ്, ഈ ഫേമിന് ഇമ്പോസിബിൾ ആണ് യൂട്ടിലൈസ് ചെയ്യാൻ ഫിക്സഡ് അസറ്റ്സുകൾ. ലിക്വിഡ് ഫണ്ട് ഇല്ല, ഫേമിന് ആവശ്യത്തിന് ഫണ്ട് ഇല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക? ദ നെക്സ്റ്റ് വൺ, ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മേ ഫോൾ വിത്ത് ദ ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇവർക്ക് വേണ്ടത്ര ഇൻവെസ്റ്റ്മെന്റിന്മേൽ റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ? എവറി ഇൻവെസ്റ്റർ വാണ്ട്സ് ടു ഗെറ്റ് ഇനഫ് റിട്ടേൺ ഫോർ ഹിസ് ഇൻവെസ്റ്റ്മെന്റ്. ഏതൊരു ഇൻവെസ്റ്ററും മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ to get return from the investment. ഇപ്പൊ a firm with inadequacy in the working capital ആവശ്യത്തിന് ഇല്ലാത്ത ഒരു ഫേം ആണെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റിലുള്ള റിട്ടേൺ കൊടുക്കാൻ സാധിക്കോ? ഇല്ല. These are all the limitations of inadequacy of working capital. In short, we can say that working capital should be kept at an optimum manner or adequate manner. If it maintain adequate working capital, it can meet its liabilities on time. The working capital should be kept at an optimum manner. It should not be inadequate. It should not be excessive. Thank you all.